വെൽക്കം ടു ജോളീസ് കുലീന. ഇന്ന് ഞാനൊരു ഒഴിച്ചു കറിയാണ് ഉണ്ടാക്കുന്നത്. ചക്കക്കുരുവും മാങ്ങയും മുരിങ്ങയ്ക്കയൊക്കെ കൂടെ ഇട്ടിട്ടുള്ള ഒരു ഒഴിച്ചു കറി. അപ്പോൾ അതെങ്ങനെയാണ് ചെയ്യുന്നത് നമുക്ക് കാണാം. ആദ്യമായിട്ടൊരു ചട്ടിയിലേക്ക് മാങ്ങ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഒരു പകുതി മാങ്ങയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അപ്പോൾ പകുതി മാങ്ങ തൊലി കളഞ്ഞ് പകുതി മാങ്ങ ഇട്ട് കൊടുക്കുന്നുണ്ട്. പച്ച മാങ്ങയുടെ കൂടെ തന്നെ കുറച്ച് ഒരു മുരിങ്ങയ്ക്ക ഇട്ട് കൊടുക്കുന്നുണ്ട്. അതിൻ്റെ കൂടെ തന്നെ ഇപ്പോൾ ചക്ക സീസണാണല്ലോ, കുറച്ച് ചക്കക്കുരു, ഒരു കൈപ്പിടി ചക്കക്കുരുവും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇത് മൂന്നും കൂടെ ഇട്ട് ഇതിലേക്ക് കുറച്ച് കറിവേപ്പിലയും കൂടെ ഇടുന്നുണ്ട്. പിന്നെ ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കുന്നുണ്ട്. ഉപ്പും കൂടെ ഇട്ട് ആവശ്യത്തിന് വേവാനുള്ള വെള്ളം ഒഴിച്ച് നമുക്കത് വേവിച്ചെടുക്കാം. അടുത്തായിട്ട് എന്തൊക്കെ അരയ്ക്കേണ്ടതെന്ന് നോക്കാം. ഒരു ബൗളിൽ തേങ്ങ എടുത്തിട്ടുണ്ട്. അടുത്തതായിട്ട് അതിലേക്ക് 2 പീസ് വെളുത്തുള്ളി ഇട്ട് കൊടുക്കുന്നുണ്ട്. ചക്കക്കുരു ഗ്യാസ് ആയതുകൊണ്ടാണ് 2 പീസ് വെളുത്തുള്ളി ഇട്ട് കൊടുക്കുന്നുണ്ട്. അതിലേക്ക് ഒരു വലിയ പച്ചമുളക്, 2 ചെറിയ ഉള്ളി, കുറച്ച് മഞ്ഞൾ, പിന്നെ കുറച്ച് ജീരകം, കൂടെ ഇട്ട് നന്നായിട്ട് അരച്ചെടുക്കാം. ചക്കക്കുരുവും മാങ്ങയും മുരിങ്ങയ്ക്കൊക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ട്. ചക്കക്കുരു വെന്ത അതിനോട് ചേർന്നിട്ടുണ്ട്. ചക്കക്കുരു മാങ്ങയൊക്കെ നന്നായിട്ട് ചേർന്നിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്കിപ്പോൾ ചെയ്യേണ്ടത് ഇതിലേക്ക് നമ്മൾ അരച്ച് വെച്ചിരിക്കുന്ന അരപ്പ് ഇട്ട് കൊടുക്കണം. അങ്ങനെ നന്നായിട്ട് അരഞ്ഞിട്ടുണ്ട്. ആ അരപ്പ് അതിലോട്ട് ഇട്ട് കൊടുത്ത് നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കണം. നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കണം. അപ്പോൾ ഇത് തിളയ്ക്കുന്നതിന് മുമ്പ് നന്നായിട്ട് ചൂടായി വരുമ്പോഴത്തേക്കും നമുക്കിതിന് ഓഫ് ചെയ്യേണ്ടതുണ്ട്. അടുപ്പിൽ നിന്ന് മാറ്റണം. ഇപ്പോൾ ചക്കക്കുരുവും മാങ്ങയൊക്കെ നന്നായിട്ട് വെന്ത് ഇതിലോട്ട് വന്നിട്ടുണ്ട്. അതുകൊണ്ട് പുളിയൊന്നും ഇടേണ്ട ആവശ്യമില്ല. മാങ്ങ ഇട്ടതുകൊണ്ട് പുളി ഇടേണ്ട ആവശ്യമില്ല. നന്നായിട്ട് ചൂടായിട്ടുണ്ട്. മാങ്ങയുടെയും ചക്കക്കുരുവിൻ്റെയും മുരിങ്ങയ്ക്കയുടെയൊക്കെ നല്ലൊരു മണം വരുന്നുണ്ട്. നന്നായിട്ട് ചൂടായി. ഇനി നമുക്ക് അടുപ്പിൽ നിന്ന് ഇത് വാങ്ങാം. അടുത്തതായിട്ട് നമുക്കിതിനെ താളിക്കേണ്ടതുണ്ട്. വെളിച്ചെണ്ണ 1.5 ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട്. ഇതിലേക്ക് കുറച്ച് കടുക് ഇട്ട് കൊടുക്കാം. കടുക് നന്നായിട്ട് ചൂടായി പൊട്ടി തുടങ്ങുമ്പോഴത്തേക്ക് 2 ഉണക്കമുളക് ഇട്ട് കൊടുക്കാം. അതിലേക്ക് കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കാം. അതുകൊണ്ട് ഇത് മുളകൊക്കെ നന്നായിട്ട് മൂത്ത് വരുമ്പോഴത്തേക്ക് നമുക്ക് ഇത് നമ്മുടെ ഒഴിച്ചു കൂട്ടാനിലേക്ക് നമുക്ക് ഒഴിച്ചു കൊടുക്കാം. ഒഴിച്ചു കറിയിലേക്ക് നമുക്ക് ഒഴിച്ചു കൊടുക്കാം. ഇപ്പോൾ ഒഴിച്ചു കറി റെഡി ആയിട്ടിരിക്കുകയാണ്. ഇതിലേക്ക് നമ്മൾ താളിച്ച ഉണക്കമുളകും കടുകും കറിവേപ്പിലൊക്കെ ഇട്ട് താളിച്ച് കൂട്ടിട്ട് കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ ഒഴിച്ചു കറി റെഡി ആയിട്ടുണ്ട്. മാങ്ങ, മുരിങ്ങയ്ക്ക, ചക്കക്കുരു, ഇത് മൂന്നും കൂടെ ഇട്ടുള്ള ഒഴിച്ചു കറിയാണ്. എല്ലാവരും ചെയ്ത് നോക്കണം കേട്ടോ. ഓക്കേ.